നമസ്കാരം സാർ, ദിൽഷാദാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഒരു 5 കൊല്ലം കഴിഞ്ഞു. സാർ ഒരു ഹുണ്ടായിൻ്റെ കസ്റ്റമറും ഞാൻ ഹുണ്ടായി വയനാട് റീജിയൻ നോക്കുന്നൊരു ഹെഡും ആയിട്ട് ഉള്ളൊരു ബന്ധം, ഒരു കസ്റ്റമർ ഒരു സർവീസ് മാനേജർ ബന്ധം മാറി നല്ലൊരു റിലേഷനിലോട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് 2023 ആഗസ്റ്റ് 6 എനിക്ക് സാറിൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. രാവിലെ സൺഡേ വീട്ടിൽ ലീവുള്ള ദിവസം നേരം വൈകി എഴുന്നേറ്റ സമയത്ത് സാറിൻ്റെ മെസ്സേജ് വരുന്നു. ഒരു വീഡിയോ, യൂട്യൂബ് വീഡിയോ, ബാക്കിയുള്ള നമ്മൾ ചില കസ്റ്റമേഴ്സൊക്കെ അയക്കാറുണ്ട് ഇങ്ങനെ അവരുടെ മക്കളുടെയോ ഫാമിലിയുടെ ആരുടെയെങ്കിലൊക്കെ വീഡിയോ ഒന്ന് ബ്ലോഗൊക്കെ ചെയ്തൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു റാൻഡം വീഡിയോ ആയിരിക്കും കരുതിയത്. പക്ഷേ ആയിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊറോണ ടൈമിൽ ലോക്ക്ഡൗണിൽ വീട്ടിൽ അടച്ചുകൂട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതും അതിലോട്ടേക്ക് യൂട്യൂബിലുള്ള ഫ്രീ വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയതൊക്കെ ചെയ്ത് ചെറിയ ലാഭങ്ങൾ ഉണ്ടാക്കി, വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി, പൈസ കൊടുത്ത് വലിയ വേറെ കോഴ്സുകളൊക്കെ ചേർന്നു. കുറേ ക്യാഷുകൾ അങ്ങനെ പോയി, കോഴ്സിൻ്റെ പൈസ പോയി, കുറച്ച് ലാഭം കിട്ടി. അവരുടെ ടിപ്പ് കിട്ടുമ്പോൾ കുറച്ച് ലാഭം കിട്ടും. ടിപ്പ് കിട്ടാണ്ട് സ്വന്തം അവർ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ ക്യാഷുകൾ പോകും. കാരണം കുറേ സ്ട്രാറ്റജികളുണ്ടായിരുന്നു അവരടുത്ത് ഞാൻ പഠിച്ച. ഇൻട്രാഡേ ആയിരുന്നു മെയിൻ, പിന്നെ ഫ്യൂച്ചർ ഓപ്ഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇതൊന്നും ഒരു കോൺഫിഡൻസ് വരുന്നില്ല, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. അവരുടെ പ്രഷറോ ഈ കോഴ്സിൻ്റെ പ്രഷറോ ബാക്കിയുള്ളവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ കോൺഫിഡൻസ് ഒരു അപകർഷാബോധം തോന്നിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങും. നേരെ താഴോട്ട് പോകും, നല്ല പൈസകൾ പോയി. ആ ഒരു സമയത്താണ് എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ലൈഫ് ഉണ്ടെന്ന് മനസ്സിലായി. ആ ഒരു സമയത്താണ് മുന്നോട്ട് വേറെ ഏതെങ്കിലും നല്ല കോഴ്സ് പഠിക്കണം എന്ന് തോന്നിയൊരു സമയത്ത് മാറ്റി ജോലി തിരക്കിനിടക്ക് മാറ്റി വരുന്ന സമയത്താണ് അഭിസാറിൻ്റെ മെസ്സേജ് വരുന്നത്, ഈ യൂട്യൂബ് വീഡിയോസ് കാണുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിഫറെൻ്റ് ആണ്. കാരണം കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ടതിൽ ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സംതിങ് ഡിഫറെൻറ്റ്, ഇത് നല്ലതാണ്, ഇതിലെന്തോ കാര്യമുണ്ട്. കാരണം സാറിൻ്റെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളും ഇതിൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും വെച്ചപ്പോൾ എനിക്കെന്തോ ഒരു ചെറിയൊരു എക്സ്പീരിയൻസിന് മുകളിൽ ഇതൊരു ബെറ്ററായി തോന്നി. അതിനുശേഷം ഞാൻ അഭിസാറായിട്ട് സംസാരിച്ചു. അതിൻ്റെ കോഴ്സിൻ്റെ വരുന്ന കോഴ്സുകളെ കുറിച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ വീഡിയോസിനൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു യൂട്യൂബിൽ എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഓരോന്നും കാണാനും അത് കാണാൻ. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതിൽ ടിപ്പ് മാത്രമല്ല, നമുക്കത് പുതിയ ഈ രീതിയിലൊന്ന് കോഴ്സ് ഒരു കമ്പനി അനാലിസ് ചെയ്യുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ആയിരുന്നു. ഇത്രമാത്രം ഇറങ്ങിച്ചെല്ലണം, ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി ആവുമെന്ന് എനിക്ക് മനസ്സിലായത് ഈ കോഴ്സിലൂടെയാണ്. അങ്ങനെയാണ് അഭിസാറിൻ്റെ കോഴ്സുകൾ വരുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. അതിന് വെയിറ്റ് ചെയ്തു, അതിന് മെമ്പർഷിപ്പായി. ആ സമയത്ത് എമൗണ്ട് വെച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് എനിക്ക് തോന്നിയിരുന്നു, എന്തിനാണ് അഭിസാർ എന്തായാലും ഇതിൽ നമ്മൾ മുടക്കുന്ന 10,000 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ അല്ല. എന്താണ് അഭിസാർ ഉദ്ദേശിക്കുന്നത്? ഒരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്. സീരിയസ് ആയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ട് അഭിസാർ തുടങ്ങിയൊരു കോഴ്സാണ്. 100% ഞങ്ങൾ ഹാപ്പിയാണ്. ഇതിൽ കുറേ ലാഭങ്ങളുണ്ട്. ഞാൻ മുടക്കിയ ഫീസിൻ്റെ 10 ഇരട്ടി ഞാൻ 23 ദിവസം കൊണ്ട് എനിക്ക് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ലൈഫിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും മാർക്കറ്റിനെ കുറിച്ചാണെങ്കിലും ഈവൻ ന്യൂസിനെ കുറിച്ചും നമ്മളെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും നമ്മൾ അവെയറാണ്. അത് സാറിൻ്റെ കോഴ്സിനെ കൊണ്ട് കിട്ടിയത് എൻ്റെ ലൈഫിലും എൻ്റെ ഫിനാൻഷ്യൽ ലൈഫിലും കാര്യങ്ങളിലൊക്കെ എനിക്ക് ഈ കോഴ്സ് കൊണ്ട് വളരെ ഉപകാരം കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനത് കുറേ പേർക്ക് ഞാൻ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന കുറേ പേർക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. കാരണം നമ്മൾ അവരുടെ ലൈഫിൽ അഭിസാർ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ പോലെ ചേഞ്ചസ്. ഗുഡ് മോർണിംഗ് അഭിലാഷ് സാർ. സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അഭിലാഷ് സാറിൻ്റെ കൂടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഉണ്ടായ ഗുണങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിനുപരി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കമ്മിറ്റ്മെൻറ്റ് തീരാറാണ് പതിവ്. എനിക്ക് ഇപ്പോൾ അതായത് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തരുന്ന ഒരു കാര്യം, ആ കോഴ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം നമ്മുടെ ഫീഡ്ബാക്കുകൾ തരുന്നുണ്ട്. അദ്ദേഹം വീണ്ടും നമുക്ക് ഒരു ആത്മവിശ്വാസം തരാൻ വേണ്ടി വീഡിയോ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഭീകരമായിട്ട് വീണപ്പോൾ ഒരുപാട് പേർക്ക് ആശങ്കകളുണ്ടായി. എനിക്കും ആശങ്കയുണ്ടായിരുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം നമുക്ക് തന്ന ആത്മവിശ്വാസം, ഇന്നലെ അദ്ദേഹം നമുക്ക് തന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അഭിലാഷ് സാറിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് എന്തായാലും ഒരു മുന്നേറാൻ കഴിയും. 100% നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ കഴിയും. അതിനാകെ വേണ്ടത് നമുക്ക് ക്ഷമയാണ്. മാർക്കറ്റ് അടിക്കും കയറും, അതൊക്കെ സത്യസന്ധമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ വളരെ പ്രാക്ടിക്കലാണ്.
ഞാൻ ഒരുപാട് കാലമായിട്ട് ഷെയർ മാർക്കറ്റിലുണ്ട്. എനിക്ക് എൻ്റെ അനുഭവങ്ങൾ സത്യസന്ധമാണ്. 2008 പി നോട്ട് ഇഷ്യൂ മുതൽ എൻ്റെ പൈസ പോയതും എനിക്ക് എന്തുകൊണ്ടാണ് ആ പൈസ നഷ്ടപ്പെട്ടതെന്നൊക്കെ ഇപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പിടിച്ച പല ഷെയറുകളും താഴെ പോയിട്ട് അതിൻ്റെ 3 ഇരട്ടി തിരിച്ചു കയറിയത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് അന്ന് വളരെ സൂക്ഷ്മതയോടെ പഠിക്കാൻ കഴിഞ്ഞില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറവ് നമുക്കൊരു പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നമുക്ക് ആത്മവിശ്വാസം തരുന്ന രീതിയിൽ ഒരു കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പല ആൾക്കാരുടെ ഒപ്പം നമ്മൾ ട്രേഡിങ്ങിൽ ബാലപാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, പലരുടെ ഒപ്പം ഇരുന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ലളിതമായ രീതിയിലും ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിലും ഷെയർ മാർക്കറ്റിനെ പറഞ്ഞു തരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അത് വളരെ നല്ലതാണ്. അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റായ കാര്യമാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ആകെ 2 സംഗതികളെ നടക്കുന്നുള്ളൂ. പക്ഷേ നമ്മളുടെ ആത്മവിശ്വാസമാണ്. 2 സംഗതികളെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒന്നിലേക്ക് കയറും അല്ലെങ്കിൽ ഇറങ്ങും, ഇത് രണ്ടേ നടക്കുന്നുള്ളൂ. പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മാർക്കറ്റ് കയറിയാലും ഇറങ്ങാലും കയറുന്ന സ്റ്റോക്കുകളുണ്ട്, മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് കയറുന്ന സ്റ്റോക്കുകളുണ്ട്, മാർക്കറ്റ് കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സ്റ്റോക്കുകളുണ്ട്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ന്നാൽ തന്നെ കയറുള്ളൂ, കയറിയേ തന്നെ താഴുള്ളൂ. അപ്പോൾ അത് ലളിതമായ രീതിയിൽ അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും കഴിയണം. അതിന് അദ്ദേഹം നമുക്ക് കമ്പനികളെ കുറിച്ച് പല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാറിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് എന്തായാലും ഒരു 75% ആത്മവിശ്വാസം ഉള്ള ആൾക്കാർക്കും ആത്മവിശ്വാസം വന്നു കാണും. അവർ ക്ഷമയോടുകൂടി ഇരിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കാശ് കളഞ്ഞ് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണമെന്നും ഒരു ഷെയറിൽ എവിടെ എൻട്രി ചെയ്യണമെന്നും എക്സിറ്റ് ആവേണ്ടത് എവിടെയാണെന്നും മനസ്സിലായത്. ഇനി എന്ത് വന്നാലും ഞാൻ ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുള്ളൂ. അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്കിപ്പോൾ ധൈര്യമുണ്ട്. 3 കൊല്ലം ഷെയർ ഹോൾഡ് ചെയ്യാനുള്ള ക്ഷമയുണ്ട്. അപ്പോൾ താങ്ക് യു അഭിലാഷ് സാർ. ഈ വീഡിയോ കാണുന്നവർ സാറിൻ്റെ കോഴ്സ് എടുക്കാൻ കഴിയട്ടെ. അതെടുക്കുന്നവർക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് ഞാൻ വാക്ക് പറയുന്നു, ഉറപ്പ് തരുന്നു. ശരി, താങ്ക് യു അഭിലാഷ് സാർ. ഞാൻ നിർത്തുന്നു.